ശ്രീ എ രാജ. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ദേവികുളം താലൂക്കിലെ തോട്ടമേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലെ കൂടുതൽ ഗുണഭോക്താക്കൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ സബ്മിഷൻ. സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലൂടെ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഗുണഭോക്താക്കളായിട്ട് ഇപ്പോൾ തന്നെ 15,000-ഓളം ആളുകളാണുള്ളത്. അതിൽ 4,800-ഓളം കുടുംബങ്ങൾക്ക് പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തു. എന്നാൽ എൻ്റെ മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് തോട്ടമേഖലയിലെ ചിന്നക്കനാലും ദേവികുളവും മൂന്നാർ പള്ളിവാസൽ പഞ്ചായത്തുകളിൽ ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്നാൽ നിലവിലെ വീട് അനുവദിച്ചവരുടെ എണ്ണം തീരെ കുറവുമാണ്. തോട്ടമേഖല ആയതുകൊണ്ട് സ്വന്തമായി ഭൂമി ഇല്ലാത്തവരാണ് കൂടുതൽ ഗുണഭോക്താക്കളും. നിലവിലെ ഗുണഭോക്താവ് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാ പ്രകാരം വീട് അനുവദിക്കുന്നതിന് പ്രധാന തടസ്സം സ്ഥലം കണ്ടെത്തുന്നതിലെ ബുദ്ധിമുട്ടാണ് കൂടുതൽ ആളുകൾക്ക് വീട് ലഭിക്കണമെങ്കിൽ ഫ്ലാറ്റ് മോഡലിൽ വീട് നിർമ്മിക്കുകയാണെങ്കിൽ കൂടുതൽ കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുകയും ചെയ്യും. ആയതിനാൽ ഈ മാതൃകയിൽ വീട് അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട തദ്ദേശം സ്വയംഭരണം എക്സൈസ് പാർലമെന്റ് മന്ത്രി. സർ, മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 3,509 ഭൂരഹിത ഭവനരഹിതരിൽ 97 ഗുണഭോക്താക്കൾക്കും ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 3,160 ഗുണഭോക്താക്കളിൽ 159 ഗുണഭോക്താക്കൾക്കും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ 566 ഗുണഭോക്താക്കളിൽ 25 പേർക്കും ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഭൂമി ലഭ്യമാക്കിയിട്ടുണ്ട്. ഭൂമി ലഭ്യമായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിന് ധനസഹായം അനുവദിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ തേയിലത്തോട്ടം മേഖലകളിൽ ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്തുക എന്നത് ഏറെ ശ്രമകരമാണ്. ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ആവിഷ്കരിച്ച മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിലൂടെ ഭൂമി കണ്ടെത്തി ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള തോട്ടം മേഖലയിലെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിനുള്ള ഊർജിത ശ്രമവും വകുപ്പിൻ്റെ നേതൃത്വത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയും സ്വീകരിച്ചു വരുന്നു. ഇതിൻ്റെ ഭാഗമായി തോട്ടം മേഖലകളിൽ ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ സർക്കാർ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. തോട്ടം മേഖലകളിലെ ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം നിലവിൽ ലൈഫ് മിഷൻ മുഖേന ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ മൂന്നാർ, ദേവികുളം, പള്ളിവാസൽ എന്നീ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെ തോട്ടം മേഖലകളിൽ താമസിക്കുന്ന ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് തോട്ടം മേഖലകളിൽ തന്നെ ഭവനം നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം 3/12/2021, 7/1/2022 എന്നീ തീയതികളിൽ ചേർന്നിരുന്നു. പ്രസ്തുത യോഗത്തിൽ തോട്ടം മേഖലകളിലെ തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി തോട്ടം ഉടമകളിൽ നിന്നും ഭൂമി സറണ്ടർ ചെയ്ത് ലഭിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കാൻ ലേബർ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തോട്ടം മേഖലകളിലെ തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസം നിലവിൽ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ ഉറപ്പാക്കുന്നതിന് സാധ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്.